എല്ലാ ദിവസങ്ങളും ഒരേപോലെ തന്നെ ആയിരിക്കണമെന്ന് നമ്മൾ വാശി പിടിക്കാൻ പാടില്ലല്ലോ അല്ലേ? ചില ദിവസങ്ങൾ ഹാപ്പി ആയിരിക്കും, ചില ദിവസങ്ങൾ സാഡ് ആയിരിക്കും, ചില ദിവസങ്ങൾ ഏറെ മനോഹരമായിരിക്കും. അതിലും അതിലും ഏറെ മനോഹരമായിട്ടുള്ള ഒരു നല്ലൊരു ദിവസത്തിലെ കാഴ്ചകളിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. സ്നേഹത്തോടെ രേഷ്മയാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ പാർത്ഥനെ സ്കൂളിൽ പോകുന്നതിന് മുമ്പായിട്ട് വിളക്ക് വെപ്പും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞതാ ആൾ ദാണ്ടെ പോകാൻ റെഡിയായി ഇറങ്ങിക്കഴിഞ്ഞു. അണ്ണൻ ജോലിക്കായിട്ട് പോയി കഴിഞ്ഞു കേട്ടോ. അണ്ണൻ ഇതിലും നേരത്തെ പോകും. പിന്നെ ഇന്ന് ചോറ് എല്ലാം കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഉച്ചക്കത്തേക്കൊരു ചെറിയ ഒരു പരിപാടിയും കൂടെ വേണമായിരുന്നു. ചോപ്പർ ഉണ്ടായതുകൊണ്ട് തന്നെ തോരൻ അരിയാനൊക്കെ നമുക്ക് വളരെ എളുപ്പമാണ് കേട്ടോ. ഒരാൾ കൈസഹായം നമ്മുടെ വീട്ടിലുള്ളതുപോലെയാണ് ഈ ഒരു ചോപ്പർ അല്ലാത്തവർ വാങ്ങിച്ചു വെച്ചോ, നല്ലതാണ് കേട്ടോ. പിന്നെ ഞാൻ തേങ്ങ വറുത്ത് ടിന്നിനകത്താക്കി ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചേക്കും. അത് തണുപ്പാ മാറാനായിട്ട് എടുത്ത് വെളിയിൽ വെച്ചേക്കുക. നമുക്കൊരു അത്യാവശ്യം ഒന്ന് തീയിൽ വെക്കണമെങ്കിലോ അല്ലെങ്കിൽ ഒരു വറുത്തരച്ച മീൻകറി വെക്കണമെങ്കിലോ ഒക്കെ പെട്ടെന്ന് നമുക്ക് വറക്കേണ്ട കാര്യമില്ലല്ലോ. അതിന് വേണ്ടിയാണ് ഞാനങ്ങനെ തേങ്ങ വറുത്ത് വെച്ചേക്കുന്നത്. പിന്നെ നമ്മുടെ ഓമയ്ക്ക ചോപ്പറിനകത്തിട്ട് അരിഞ്ഞതാണ് കേട്ടോ. ചില നാടുകളിൽ ഇതിന് ഓമയ്ക്ക എന്നായിരിക്കത്തില്ല പറയുന്നത്, കപ്പയ്ക്കാന്നും ഒക്കെ ആയിരിക്കും പറയുന്നത്. പപ്പായയാണ് കേട്ടോ. അങ്ങനെ അരിഞ്ഞ് വെച്ചേക്കാണ് കുത്തിപ്പൊടിച്ച്. പിന്നെ തേങ്ങായും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും ജീരകം എല്ലാം കൂടെ ഇട്ടത് നന്നായിട്ടൊന്ന് ഇളക്കി പാകത്തിന് ഉപ്പും ഇട്ട് പിന്നെ വേവാനുള്ള വെള്ളവും വെച്ചിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. പിന്നെ ഇത് പയറാണ് കേട്ടോ. ഞാൻ ചെറുപയർ ഇങ്ങനെ കുക്കറിനകത്തിട്ട് പുഴുങ്ങിയതാണ്. അത് നമുക്ക് തോരനകത്ത് തട്ടിയിട്ട് തോരൻ വെന്ത് പരുവമായി കഴിയുമ്പോൾ നമുക്ക് തോരനകത്ത് തട്ടിയിട്ട് ഇളക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ് അങ്ങനെ കഴിക്കാൻ കേട്ടോ. പിന്നെ ചെറുപയറിൻ്റെ വെള്ളം ഞാൻ മാറ്റി വെച്ചേക്കാണ്. അതെന്തിനാണെന്ന് ഞാൻ കാണിക്കാവേ. ചെറുപയറിൻ്റെ വെള്ളം നല്ലതാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാനിതെടുത്ത് മാറ്റി വെച്ചേക്കും. പിന്നെ നമ്മുടെ തീയലിനാണെങ്കിൽ ഞാൻ കുക്കറിനകത്തിട്ട് കഷ്ണങ്ങളെല്ലാം ഒന്ന് വേവിച്ചിട്ട് എണ്ണയ്ക്കകത്തിട്ട് വാട്ടിയെടുക്കാമെന്ന് കരുതി. അതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം തീയൽ. അതുപോലെ തന്നെ അധികമായിട്ട് എണ്ണ വരുത്തതുമില്ല. കാരണം നമ്മൾ ഈ വറക്കുന്ന തേങ്ങയ്ക്കകത്തും ആവശ്യത്തിന് എണ്ണ ഒഴിച്ചാണ് വറക്കുന്നത്. അപ്പോൾ പിന്നെ കഷ്ണങ്ങളും കൂടെ വഴറ്റുന്നത് എണ്ണയ്ക്കകത്തിട്ട് വഴറ്റുന്നത് ഒഴിവാക്കാനും വേണ്ടിയാണ് ഞാനിങ്ങനെ കുക്കറിനകത്തിട്ട് വേവിച്ചിട്ട് ശകലം എണ്ണയ്ക്കകത്തിട്ടൊന്ന് സെറ്റാക്കി എടുത്തത്. ഇതെന്താണ് പറയുക, ഞാൻ മുമ്പേ മാറ്റി വെച്ചില്ലേ നമ്മുടെ പയറ് വെന്ത വെള്ളം, അധികം കുടിക്കും കേട്ടോ. കുറച്ച് ഉപ്പൊക്കെ ഇട്ട് ഇങ്ങനെ കലക്കിയിട്ട് ചിലപ്പോൾ ചിലർക്കത് വീടായിട്ട് തോന്നുമായിരിക്കും. ഓരോരുത്തരുടെ ഇഷ്ടം ഓരോന്നല്ലേ. ഉപ്പിട്ട് കലക്കിയിട്ട് ഞാനിങ്ങനെ കുടിക്കും. പ്രത്യേകിച്ച് ചെറുപയർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ മണമൊക്കെ ഉണ്ടല്ലോ വെന്ത് കഴിയുമ്പോൾ. പിന്നെ പ്രത്യേകിച്ച് എന്തോ ഈ പയർ വെന്ത വെള്ളം തന്നെയല്ലേ, അല്ലാതെ മറ്റൊന്നും അല്ലല്ലോ. അത് കുടിക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പോകുമ്പോൾ നമുക്ക് കഞ്ഞിയും പയറൊക്കെ കിട്ടത്തില്ലായിരുന്നു. അതിൻ്റെ ഒരു മണമാണ്. ഞാനങ്ങനെ നമ്മുടെ പയർ വെന്ത വെള്ളം ഉണ്ടല്ലോ അത് ഉപ്പിട്ട് കുടിക്കും കേട്ടോ. ചിലവർക്ക് ഇഷ്ടപ്പെടത്തില്ലായിരിക്കും, ചിലവർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. പക്ഷേ എനിക്കിഷ്ടമാണ്. പിന്നെ നമ്മുടെ അടുക്കളപ്പണി എല്ലാം കഴിഞ്ഞു. നമുക്ക് പാത്രം കഴുകാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പാത്രങ്ങളും ഒക്കെ കഴുകി വെച്ചു. ഇതാ നമ്മളുടെ രാവിലെ വിളക്ക് കത്തിച്ചാണ് തുടങ്ങിയത്. അതേപോലെ തന്നെ വൈകിട്ട് നമ്മൾ വിളക്ക് കത്തിച്ച് അവസാനിപ്പിക്കാമെന്ന് കരുതി. ഇന്നത്തെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും ഇതിലും മനോഹരമായിട്ടുള്ള നല്ല നല്ല വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ള എൻ്റെ ഈ ഡയറിയുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവരോടും ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റ, കീപ് സ്മൈലിംഗ്. ദിസ് ഈസ് രേഷ്മ സൈനിങ് ഓഫ്.